അതിനിപ്പോൾ ആദ്യം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം. അവിടെ 3 കപ്പ് അരി ബസ്മതി റൈസ് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതായത് ഫുൾ ബോയിൽ അല്ല, ഒരു 1/4 ഭാഗം വേവിച്ചെടുക്കാം. റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നടുകീറിയതിട്ട് കൊടുക്കാം. ഒരു സ്റ്റാർ, 2 പട്ട, ബേ ലീഫ് ഉണ്ടെങ്കിൽ വലുതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, കരയാമ്പൂ, കുരുമുളക്, ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1/2 സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്. നന്നായി വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് ഇതൊന്ന് ഊറ്റാം. നമുക്ക് എഗ് ബിരിയാണിയിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ബിരിയാണി വെക്കാനുള്ള പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എല്ലാ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു 6 പച്ചമുളക് ചതച്ചത്, എല്ലാം നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 സവാള അരിഞ്ഞത്, സവാള നന്നായി വഴന്നു വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന തക്കാളിയാണ്. 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരു 1/2 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 6 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുട്ടയെല്ലാം ഇങ്ങനെ നീളനെ ഇങ്ങനെ വരിഞ്ഞിട്ടുണ്ട്. ഓരോ മുട്ട ഞാൻ ഇങ്ങനെ വരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ടയൊന്ന് ഈ മസാലയിലൊന്ന് കിടന്നൊന്ന് റോസ്റ്റ് ആവട്ടെ. മുട്ട ഇങ്ങനെ
മസാലയിൽ കിടന്ന് റോസ്റ്റ് ആയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിനയില, മല്ലിയില, അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ എഗ് ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ദമ്മിടാം. അതായത് റൈസ് ഇട്ടിട്ട് ബസ്മതി റൈസ് കുക്ക് ചെയ്ത് വെച്ചത് നമുക്ക് അതിൻ്റെ മുകളിലിടാം. അതിൻ്റെ മുകളിൽ പിന്നെ നമുക്ക് നട്ട്സും ഗ്രേപ്സും ആൽമണ്ടും പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കും. ഞാൻ റൈസ് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തേക്കും. നമുക്ക് ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും നട്ട്സും ഗ്രേപ്സും ആൽമണ്ടും പിന്നെ ഫ്രൈഡ് ഓണിയനും എല്ലാം ഇട്ടു. ഫ്രൈഡ് ഓണിയനും ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വയ്ക്കാം. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ എഗ് ബിരിയാണി ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.